ഹലോ ഓൾ, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖല്ലേ? വേൾഡ് ഓഫ് കൊച്ചൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്കൊരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ? ഞാൻ മോർണിംഗ് എണീറ്റതും ഇപ്പം എൻ്റെ റുട്ടീനിലുള്ളൊരു ഐറ്റമാണ് ABC ജ്യൂസ്. ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ സ്ഥിരമായിട്ട് കുടിക്കുന്നുണ്ട് മോർണിംഗ്. പിന്നെ എനിക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ന്യൂഡിൽസ് ആയിരുന്നു. ഇന്ന് ഞങ്ങൾ നാട്ടിൽ പോണ ദിവസമാണ്, അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനൊന്നും നിന്നില്ല. ചെറിയ രീതിയിൽ തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റാണ്. ന്യൂഡിൽസും കുറച്ച് കോളിഫ്ലവർ വറുത്തതും അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് പോയാലോ? ഇന്ന് ഞങ്ങൾ പോണത് പാലക്കാട്ടിലേക്കാണ്. ഇത് ഞങ്ങളുടെ സ്ഥിരമുള്ള യാത്രയാണ്, എറണാകുളം ടു പാലക്കാട്. ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത് എറണാകുളത്താണ്, പക്ഷെ ഞങ്ങളുടെ നാട് പാലക്കാടാണ്. സോ നാട്ടിൽ പോവാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഇറങ്ങാനിരുന്ന ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ ഉച്ചയായിരുന്നു. അപ്പോൾ ആലുവയിലുള്ള സീ ഫുഡ് റെസ്റ്റോറൻ്റായ മീൻ ചട്ടിയിലാണ് ഞങ്ങൾ കയറിയത് ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ. ഞങ്ങൾ പോസ്റ്റായിരുന്നു, കുറച്ചധികം പോസ്റ്റായിട്ട് അവസാനമാണ് ഞങ്ങൾ മീൽസാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. മീൽസ് എത്തിയത്. ആമിക്കുട്ടി കൂടെ ഉള്ളത് കൊണ്ട് അവളുടെ കളിയും ചിരിയും എല്ലാം ഭയങ്കര റിലീഫായിരുന്നു ഞങ്ങൾക്ക് ആ ബോറടിയിൽ നിന്ന്. ഞങ്ങൾക്ക് മാത്രമല്ല, അടുത്തുള്ള ടേബിളിലുള്ളവർക്കും അങ്ങനെ തന്നെയായിരുന്നു. അവിടെ മീൽസിന് നമുക്ക് ടൈം അടിക്കില്ല. നമ്മൾ ഓർഡർ ചെയ്യുന്ന ഫിഷിൻ്റെ ടൈം അനുസരിച്ചാണ്, അത് പ്രിപ്പയർഡ് ആവുന്ന ടൈം അനുസരിച്ചാണ് നമുക്ക് ലാഗ് അടിക്കുന്നതെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ചോദിച്ചപ്പോൾ. അറ്റ് ലാസ്റ്റ് ഞങ്ങൾക്ക് ഫുഡ് എത്തിയിരിക്കുന്നു ഗൈസ്. ഫുഡ് അടിപൊളിയായിരുന്നു. പക്ഷെ നമ്മൾ വിശന്ന് വലഞ്ഞ് പോവുകയാണെങ്കിൽ പെട്ടെന്നാവുന്ന ഫിഷ് ഏതാണെന്ന് ചോദിച്ചാൽ അങ്ങനെ ഓർഡർ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഞങ്ങൾ ഓർഡർ ചെയ്തത് നെയ്മീനും പിന്നെ ചെമ്മീനുമായിരുന്നു. ഫുഡ് അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. അതിലുണ്ടായിരുന്നത് എരിശ്ശേരി, അതേപോലെ ഉപ്പേരി ഉണ്ടായിരുന്നു, അച്ചാർ, ചമ്മന്തിപ്പൊടി ഒരു രക്ഷയുള്ള സൂപ്പർ സാധനമായിരുന്നു. പിന്നെ ഒഴിച്ച് കറിയായിട്ട് സാമ്പാറും ഉണ്ടായിരുന്നു, മീൻ കറിയും ഉണ്ടായിരുന്നു, പിന്നെ പപ്പടം ഉണ്ടായിരുന്നു. പക്ഷെ പപ്പടം ലാസ്റ്റാണ് വന്നത്. ഞങ്ങൾ കഴിച്ച് കഴിയാനാകുമ്പോഴാണ് പപ്പടം എത്തിയത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങളുടെ യാത്ര ഞങ്ങൾ വീണ്ടും തുടങ്ങിയിരിക്കുന്നു. അവിടെ വലിയൊരു ഫിഷിൻ്റെ പിക്ചറൊക്കെ വെച്ചിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അവിടെ നിന്ന് ഫോട്ടോസ് എടുക്കാനും എല്ലാം നല്ല രസമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. ഫുഡൊക്കെ കഴിച്ച ക്ഷീണം മാറ്റാനും അതേപോലെ തന്നെ ചൂടല്ലേ, ഒരു റിഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ട് ഞങ്ങൾ തണ്ണിമത്തൻ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു കട്ട് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ, മോളെ കൊണ്ടൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ അവൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും സാധനങ്ങൾ, ഇപ്പോൾ തണ്ണിമത്തനായാലും അല്ലെങ്കിൽ പോമഗ്രാനേറ്റ്, പിന്നെ ഡേറ്റ്സ്, പിന്നെ നമ്മുടെ അമൃതം പൊടി, അംഗൻവാടിയിൽ നിന്നൊക്കെ കിട്ടുന്ന അമൃതം പൊടി, അതിൻ്റെ എന്തെങ്കിലും സ്നാക്ക് ഉണ്ടാക്കിയിട്ടൊക്കെ ഞാൻ കയ്യിൽ വയ്ക്കും. അതൊക്കെ കയ്യിലുണ്ടെങ്കിൽ അവളെയും കൊണ്ട് പോകുമ്പോൾ നമുക്ക് സ്മൂത്തായിട്ട് പോകാൻ പറ്റും. കുറച്ച് വാശിക്കാരിയാണ്, അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് ആൾ മിണ്ടാതിരുന്നോളൂ. ട്രാവൽ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് അതുപോലെ ബേക്കറി ഐറ്റംസൊക്കെ വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളത് അത് നല്ല പ്രവണതയല്ലല്ലോ. സോ ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ കയ്യിൽ കരുതാറുണ്ട് എപ്പോഴും. നല്ല പച്ചപ്പ് നിറഞ്ഞു നിന്നിരുന്ന നമ്മുടെ മലകളിലെ അവസ്ഥയെന്ന് നോക്കിയത് കളർ ചേഞ്ച് ആയിരിക്കുന്നത് കണ്ടോ? വേനലിനെയും വെയിലിനെയൊക്കെ അവർ ശരിക്കും സ്വീകരിച്ചിരുത്തിയിട്ടുണ്ട്. എന്നാലും കാണാനൊരു ആന ചന്തമൊക്കെ ഉണ്ടല്ലേ. ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ യാത്രകളിലെല്ലാം സ്ഥിരമായിട്ട് കാണുന്ന ഒരു കാഴ്ചയായിരിക്കില്ലേ ഇത്, ഈ റോഡ് പണി നടക്കുന്നത്. ഇപ്പോൾ തന്നെ എറണാകുളം ടു പാലക്കാട് യാത്രയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത്, മിനിമം ഒരു സ്ഥലത്തെങ്കിലും ഇതുപോലെ റോഡ് പൊളിച്ചിട്ടുണ്ടാവും. ശരിയാവുമായിരിക്കും, മാറ്റം വരും, നമുക്ക് കാത്തിരിക്കാം. അങ്ങനെ ഞങ്ങൾ വീടെത്തി. ഇന്ന് ഹസ്ബൻഡിൻ്റെ സിസ്റ്ററും കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് പ്രമാണിച്ച് അമ്മയുടെ സ്പെഷ്യൽ ഫ്രൈഡ് റൈസാണിത്. ഫ്രൈഡ് റൈസിന് കോംബോ വന്നിട്ടുള്ളത്. അതിലും അടിപൊളി ഐറ്റമാണ് നമ്മുടെ നല്ല നാടൻ കോഴിക്കറി. ഇങ്ങനെ കഴിക്കുമെന്നറിയില്ല, എന്തായാലും സംഭവം വെറൈറ്റി ടേസ്റ്റായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് പരിപ്പ് പായസമായിരുന്നു. ഞങ്ങളുടെയൊക്കെ ഫേവറേറ്റ് ഐറ്റമാണ് പരിപ്പ് പായസം. അങ്ങനെ അവർ തിരിച്ചു പോയി. പിന്നെ ഞങ്ങൾ രാത്രിയിലത്തെ കലാപരിപാടികളായിരുന്നു. അങ്ങനെ കുറച്ച് ഡാൻസും പാട്ടും കളികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കയറി കിടന്നുറങ്ങി. ഓക്കെ ഗായ്സ്, താങ്ക് യു ഫോർ വാച്ചിങ്. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണേ.